കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആശങ്കയിലായിരിക്കും. ഒരു ചെറിയ പനി വന്നാലോ, ചുമ വന്നാലോ, തുമ്മൽ വന്നാലോ, ഇനി എന്താണ് ഇത് രോഗലക്ഷണമാണോ അതോ അല്ലയോ? അപ്പം എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഒരു സൂനോട്ടിക് ഡിസീസ് ആണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും അതുപോലെ ആ മൃഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്കും മനുഷ്യ ശരീരത്തിലേക്കുമാണ് ഇത് പകരുന്നത്. പ്രധാനമായിട്ടും ഈ വവ്വാല്, പന്നികൾ എന്നീ വഴിയാണ് നമ്മുടെ മനുഷ്യരിലേക്ക് ഇത് എത്തുന്നത്. അവർ കഴിച്ച ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിസർജനം അല്ലെങ്കിൽ ഉമിനീര്, സലൈവയൊക്കെ കലർന്നിട്ടുള്ള പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ നമ്മൾ കഴിക്കുന്നതിലും മൂലമാണ് നമുക്കിത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പനി, തലവേദന, ഛർദി, തലകറക്കം, ശരീരവേദന, അതേപോലെ തന്നെ ബോധക്ഷയം ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ കൂടിയ അവസ്ഥയിൽ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നീ അവസ്ഥകളൊക്കെ വന്നിട്ട് നമ്മൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ നിപ്പ വൈറസ്. ഈ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് എങ്ങനെയാണ് പകരുന്നത് വെച്ചാൽ നമ്മുടെ ശരീരസ്രവങ്ങൾ വഴിയാണ്. ഇത് വായുവിലൂടെ ഡയറക്റ്റായിട്ട് പകരില്ല. അതിന് പകരം നമ്മൾ തുമ്മ് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉമിനീരിന്റെ ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ള ആളുടെ മേത്തേക്ക് എത്തുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് RT-PCR പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതേ ഒരു രോഗവ്യാപന രീതി തന്നെയാണ് നമ്മുടെ കൊറോണയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കൊറോണ അപേക്ഷിച്ച് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വ്യാപന നിരക്ക് വളരെ കുറവാണ്. കൊറോണ അങ്ങനെ ആയിരുന്നില്ല, വളരെയധികം പെട്ടെന്ന് വ്യാപിക്കുമായിരുന്നു. പക്ഷേ ഇതിന്റെ വ്യാപന നിരക്ക് വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ മരണനിരക്ക് വളരെ കൂടുതലുമാണ്. ഇത് പിടിപെട്ടിട്ടുള്ള ആളുകളിൽ ഒരു 40 to 70% ആളുകൾക്ക് മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ 4 തൊട്ട് 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാറുണ്ട്. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഏതെങ്കിലും പഴം കഴുകാതെ പറിച്ച് കഴിക്കുക. ഇപ്പം മാങ്ങയൊക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ, ജീവികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ പൊതുസ്ഥലത്തുള്ള കിണറുകൾ, വവ്വാലിനൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഇനി ഏത് വെള്ളം ആയിക്കോട്ടെ ഉപയോഗിക്കുമ്പം 70 ഡിഗ്രി അല്ലെങ്കിൽ 100 ഡിഗ്രിക്ക് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി ഇതുപോലെ സാനിറ്റൈസ് ചെയ്യാനും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.